ഉഗ്രസേനക്കാരനല്ലേ, അവനെ എനിക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടിരണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് ബന്ധനസ്ഥനാക്കിയിട്ട് തീർത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വിദ്വാൻ ജരാസന്ധന് 2 പുത്രിമാരുണ്ട്, അസ്ഥിവാസിമാര്. എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് നോക്കണ്ട, എപ്പോഴത്തും തരാവുന്നില്ല. ഞാൻ പലരീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, ഇപ്പൊ കിട്ടാൻ നല്ല ഭക്ഷണമുള്ള കാല. അതുകൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ മോഹമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ആ ചോദിച്ച സമയത്താണ് പറഞ്ഞത്, എന്താ ഈ അഭിമാനമുള്ള പെണ്ണിടാനുള്ളാവുമ്പോ അച്ഛനോട് ചോദിക്കണം എന്നാണ് പറയാ. അത് അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനോട് എടുക്കൽ ചെന്നു. ഓ യുദ്ധസേനൊക്കെ കേമായിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാണോ വീരൻ എന്നിങ്ങനെ കണക്കാക്കി ആ വിവാഹം കഴിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. കംസനായിട്ട് വിവാഹം അസുരവാസിയുമായ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം നായാട്ട് പുറപ്പെട്ടു. ആ നായാട്ട് പുറപ്പെട്ടു മാത്രമല്ല, തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ മധൂക മഹർഷിയുടെ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ചെന്നപ്പോഴാണ് നല്ലൊരു പുഷ്പം, നല്ല വലുപ്പുള്ള പുഷ്പമായി, കുറച്ചൊക്കെ വളർത്തിയ നല്ലോണം ചെന്നിട്ടുള്ളതാ. അത് കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. കുറച്ച് ദിവസം തിന്നാനുള്ളതുണ്ട്, അതൊന്നും നല്ല ഒരാഴ്ചക്കുള്ള വകയുണ്ട്. ആ പുഷ്പം അപഹരിച്ചു. എന്നാൽ അത് സാധാരണ പോലെയുള്ള പുഷ്പമാണോ? അല്ല. പിന്നെ എന്താ, മധൂക മഹർഷിയുടെ ഭക്ഷണമാണ് ആ പുഷ്പം. ആ പുഷ്പം എടുത്തുകൊണ്ടെന്ന് തന്റെ രാജധാനിയിൽ ചെന്നപ്പോ ഈ വിദ്വാന് സംശയം, എന്താ ഭാര്യമാര് 2 ആളുകളാണ്. അവർക്ക് 2 ആളുകൾക്ക് ഒരാൾക്ക് കൊടുത്താൽ മറ്റേയാൾക്ക് മുഷിയും, മറ്റേയാൾക്ക് കൊടുത്താൽ അയാൾക്ക് മുഷിയും. പിന്നെ എന്താ പറഞ്ഞത്, തനിക്ക് ഒരു സഹോദരി ഉണ്ടായിട്ടുണ്ട്. എന്താ അവളുടെ പേര്? ദേവകി എന്നാണ് അവളുടെ പേര്. അവൾക്ക് കൊടുക്കാമെന്ന് നിശ്ചയിച്ച്, അതേ ആ കയ്യിലുള്ള സാധനം ഒന്ന് മാറ്റൂ, കയ്യിലുള്ള സാധനം ഒന്ന് മാറ്റാൻ. കുറച്ചു നേരം ആയില്ലേ തുടങ്ങിയിട്ട്, ഇതാ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് ഒരു കൂട്ടം തരാം എന്ന് പറഞ്ഞ് ആ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുകയുണ്ടായത്. ആ ഭക്ഷണം കൊടുത്ത സമയത്താണ് ആ മഹർഷി വന്ന് നോക്കിയപ്പോ തന്റെ ഭക്ഷണം കാണാനില്ല. ഇത് ആരാ കുറച്ച് കൊണ്ടുപോയത്? ആ ദിവ്യജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി, ആരാണോ ഈ പുഷ്പം അപഹരിച്ചു കൊണ്ടുപോയി ആർക്കാണോ കൊടുത്തേക്കണത് അവർക്കുണ്ടാവുന്ന 8ാമത്തെ പുത്രൻ ഈ കൊണ്ടുപോയ ആളെ നിഗ്രഹിക്കട്ടെ എന്നുള്ള മഹർഷിയുടെ ശാപം അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ കേൾക്കാൻ കുറച്ച് നന്നായിരിക്കുക. അങ്ങനെ ഒരു ശാപം കൊടുക്കലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഭൂമിയെങ്കിൽ ആർക്കും കഴിച്ചു കൂട്ടാൻ വിഷമം ഇട്ടത്. മാത്രല്ല അവിടെയുണ്ട് ഉപദ്രവിക്കാനായിട്ട് കൂടിയേക്കുക. ചെറുതൊന്നല്ല അതിന്റെ ഉപദ്രവം. ഇവിടെ ഇങ്ങനെ സഹിച്ചു നിൽക്കണതാ. ആ സഹനശേഷിയൊക്കെ നട്ടായാൽ ഇങ്ങോട്ട് കയറി വരരുതേ, ഉപദ്രവിക്കാനായിട്ട് വരിക. അങ്ങനെ നല്ലോണം ഭൂമി ഇതിലേക്ക് വയ്ക്കാണ്ടായി. എന്താണെന്നാണെങ്കിൽ പല തരത്തിലുള്ള ആ ദുർജനങ്ങള് ഒരുത്തം പോണു, അത് വേറെ ഉപദ്രവിക്കാതെ ഉറപ്പാടാ. ഇങ്ങനെ പല ആളുകളും ഉപദ്രവിക്കാൻ തുടങ്ങുക. പിന്നെന്താ, ഭൂമിങ്കൽ ഇന്നതെന്നില്ല, ഭൂമിങ്കലുള്ള ആളുകളൊക്കെ വേണ്ടാത്തത് സേവിക്കുക. വേണ്ടാത്തത് സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മദ്യം സേവിക്കുക. ഇത് പാടുവോ? നന്നല്ല. ഇവിടെയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മദ്യസേവ കൊണ്ട് ആളുകളൊക്കെ പരസ്പരം വൈരികളായിട്ട് തീരുക, യുദ്ധം ചെയ്യുക. ഭൂമിയിലേക്ക് അവിടെ ഇരിക്കാൻ പറ്റാണ്ട ഇനി എന്താ മാർഗമുള്ളത് എന്ന് ആലോചിച്ച് ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്നു. ബ്രഹ്മാവ് ദേവന്മാരെ എല്ലാവരെയും കൂട്ടി ഭൂമിയിലേക്കെയും കൂട്ടിയിട്ട് ശ്രീനാരായണന്റെ അടുക്കൽ ചെന്നു. അല്ലേ ഭഗവാൻ, നമുക്ക് ഇവിടെ സാമാന്യം പോലെ കഴിച്ചു കൂട്ടാൻ പറ്റണില്ല. എന്താ ഒരു മാർഗമുള്ളത്? ഈ ഭൂമിദേവി വല്ലാണ്ട് ദുഃഖിക്കുന്നുണ്ട്. എന്താ, ദുർജനങ്ങൾ നല്ലോണം വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെന്താ, ഞാനൊരു പ്രതിവിധി ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ തലമുടിയിൽ നിന്ന്, ശ്രീനാരായണൻ അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് കറുത്തതും വെളുത്തതുമായിട്ടുള്ള 2 ഇലകളെ കുറച്ച് താഴത്തേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇത് വസുദേവന്റെ പുത്രത്തേനെ ജനിച്ചും കൊണ്ട് ഭൂമിയിൽ അവതരിച്ച് രാമകൃഷ്ണന്മാരായിട്ട് എല്ലാവരെയും പരിപാലിക്കും എന്നുള്ള ഒരു അനുഗ്രഹവും ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നത് പറഞ്ഞതില്ലേ, ഹിരണ്യകശിപുവിന്റെ ആ ഗർഭങ്ങളെ ആകർഷിക്കല്, ആ രോഹിണിയുടെ ഉദരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കല് എന്നതല്ല. അങ്ങനെ എന്തിനു പറയണമെന്ന് പറഞ്ഞാൽ അവസാനിക്കാത്തത്. എന്താ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാതനായിട്ട് നല്ലൊരു ഉണ്ണി. എന്താ അതിൻ്റെ ഒരു കൗതുകം? വളരെ ആ മടിയിൽ വെച്ചേക്കണത് കാണാൻ തന്നെ എന്താ അതിൻ്റെ ഒരു ഭംഗി. നല്ലൊരു ഉണ്ണി. അതാരാ? കൃഷ്ണൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃഷ്ണന്റെ കഥ കഴിക്കാനായിട്ട് കംസൻ പറഞ്ഞിട്ട് ആ പൂതന വരണം. ഇതൊക്കെ കംസൻ പറഞ്ഞ
വെച്ചിട്ട് വരണതാ. അങ്ങനെ വന്നു എന്ന് മാത്രമല്ല, ആ കുന്തനയ്ക്ക് മോക്ഷം കൊടുക്കലുണ്ടായി. അവിടെയുള്ള തുടങ്ങിയിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കലുണ്ടായി. സാമാന്യം പോലെ വലുതായ സമയത്താണ് ആ ഗർഗ മഹർഷി, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്, ആ ഗർഗ മഹർഷി മടിയിൽ വെച്ചുകൊണ്ട് പേര് വിളിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ആ ബലരാമനെ മടിയിലിട്ട് വെച്ചപ്പോഴാണ് വളരെ തേജസ് ആ പേരിടുണ്ടായി. എന്താണ് ഇവന്റെ പേര്? രാമൻ, രാമൻ, രാമൻ എന്നിങ്ങനെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് രാമൻ എന്ന് മാത്രമല്ല സംഘർഷണൻ എന്നും കൂടി ഒരു പേരുണ്ട്. അങ്ങനെ ഒരു പേരിട്ടുണ്ടായി. രണ്ടാമത്തെ പുത്രനെ മടിയിൽ വെച്ചു. അതാ ഓടിക്കണു, അതാ മടിയിൽ വെക്കോ, മടിയിൽ വെക്കാൻ ആ മടി അങ്ങനെ മടിയിൽ വെച്ചു. മടിയിൽ വെച്ചു. ആ കൃഷ്ണനെ കണ്ടപ്പോ ദുഃഖമായി. എന്തു പേരാ വിളിക്കുക? എന്താ മഹർഷിക്ക് അറിയാം, ഇത് സാക്ഷാൽ ശ്രീനാരായണ ഈ മടിയിൽ ഇരുത്തിയേക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന പേര് വിളിച്ചാലൊന്നും അവസാനിക്കില്ല, അത്രയും പേരുള്ളതാ. അങ്ങനെ അദ്ദേഹത്തെ മടിയിൽ വെച്ചുകൊണ്ട് കൃഷ്ണൻ 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 എന്നിങ്ങനെ വിളിക്കേണ്ടായി. അങ്ങനെ രാമകൃഷ്ണന്മാര് വളരെ സുഖമായിട്ട് കഴിഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് വൃന്ദാവനത്തിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. ആ പ്രണയാധികരഹങ്ങള് അതൊക്കെ വളരെ വളരെ സന്തോഷമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സന്തോഷമായിട്ട് അവിടെ അങ്ങനെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അവതാരത്തിലുള്ള ഉദ്ദേശം എന്താ? കംസവധം. അക്രൂരരെ പറഞ്ഞയക്കാം. അക്രൂരര് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊടുക്കുന്നു. വേഗം 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 വേഗം, ഒരു പ്രയാസമില്ല, വേഗത്തിൽ ഓടിപ്പോകുന്നു. അവരെ ആ കൂട്ടിക്കൊണ്ടുവന്നു. ആ കൂട്ടിക്കൊണ്ട സമയത്ത് തേരിലാ കൊണ്ടുപോണത്, നല്ല വേഗതയിലാ പോണത്. രാമകൃഷ്ണന്മാരെ കൂട്ടിട്ട് അക്രൂരര് പോവുക. അപ്പോഴാണ് പറയണത് ഈ അക്രൂരൻ ഒരു ക്രൂരൻ തന്നെ. ഇത്ര വേഗത്തിൽ പോണോ? ഞങ്ങൾക്ക് രാമനെയും കൃഷ്ണനൊന്നും സാമാന്യം പോലെ കാണാൻ പറ്റണില്ല. ഇപ്പൊ രാമനെ കണ്ടില്ലെങ്കിൽ വിരോധമില്ല, കൃഷ്ണനെ കാണാൻ പറ്റണില്ലല്ലോ. എന്തിനാ അത്ര വേഗത്തിൽ വാഹനത്തിൽ ഇങ്ങനെ ഓടിപ്പോണത്? കൃഷ്ണനെ കാണാൻ പറ്റണില്ലല്ലോ. ആ ഗോപസ്ത്രീകളൊക്കെ ദുഃഖമായിട്ടാ പോണത്, കൃഷ്ണനെ കാണാൻ പറ്റണില്ലല്ലോ. എന്താ വേണ്ടത്, എന്താ വേണ്ടത്? അവരൊക്കെ ദുഃഖിച്ചു. അങ്ങനെ എന്തിനു പറയണു? ആ കംസന്റെ ആ ലിംഗം ചെന്നു എന്ന് മാത്രല്ല, കുജയുടെ ആ ഉരുമാറ്റി കൊടുക്കലുണ്ടായി. കുവലയപീഠത്തെ പിടിച്ചു തകർക്കലുണ്ടായി. മല്ലയുദ്ധം കഴിക്കലുണ്ടായി. അങ്ങനെ അമ്പപുരത്തില് ചെന്ന് നോക്കിയിരിക്കണ കംസൻ ആ കംസനെ വലിച്ചങ്ങട് അതിൻ്റെ ഇടയിൽ ധനുര്യാഗം മുടക്കലുണ്ടായി. അങ്ങനെ വേഗം കംസന്റെ തലയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഭൂമിയിലിട്ട് 2-3 ഇരക്കല് അതോടുകൂടി ആ കഴുത്ത് ഞെരിച്ച കംസന്റെ കഥ ഭഗവാൻ കഴിച്ചു. ആ കഴിച്ചു എന്ന് മാത്രമല്ല, നൃത്തം ചെയ്യലും കൂടി ഉണ്ടായി. ആ പുറത്ത് കയറി നിന്നിട്ടാ നൃത്തം ചെയ്യണത്? ആരെങ്കിലും ചെയ്യണതാണോ? ഒരാളെ സിദ്ധി കൂടി കിടക്കുക, അതിന്റെ മീതെ നൃത്തം ചെയ്യുക. എന്നാൽ നൃത്തം ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉല്ലാസം കാണിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ കാണിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ അസ്ഥിപ്രാസ്തിമാർക്ക് ദുഃഖമായി. ഭർത്താവ് മരിച്ചൂലോ, കംസന്റെ കഥ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? അച്ഛൻ്റെ അടുക്കൽ ചെന്നു, ജരാസന്ധന്റെ അടുക്കൽ ചെന്നു. ഉപദ്രവം സഹിക്കാൻ വയ്യ, ഞങ്ങളിപ്പോ ബാലവിധവകളായിട്ട് തീർന്നില്ലേ, ഇനി എന്താ ഞങ്ങൾക്ക് മാർഗമുള്ളത്? ആ കൃഷ്ണന്റെ കഥ കഴിച്ചൂടെ, അങ്ങേക്ക് കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തൂടെ എന്ന് പറഞ്ഞ സമയത്ത് 23 അക്ഷൗണി പടകളോട് കൂടിയിട്ട് യുദ്ധത്തിനായിട്ട് ചെന്നു മാത്രമല്ല 16 ദിവസം യുദ്ധം ചെയ്തു. കൃഷ്ണനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, തിരിച്ചു പോരുകയുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മന്ത്രിമാരെല്ലാവരും പറഞ്ഞു,